നമസ്കാരം, ഞാൻ നീതു. അപ്പോൾ ഇന്ന് സത്താൻ മെനുവിൽ ഞാനൊരു നാടൻ ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, മുരിങ്ങയില സാമ്പാർ. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ തുവരപ്പരിപ്പ് വേവ് കുറവാണെങ്കിൽ കുതിർത്ത് വെച്ചിട്ടിടാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു 3 അല്ലി വെളുത്തുള്ളി, അതേപോലെ തന്നെ ഏകദേശം ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം 3 വിസിൽ വരുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞിരിക്കുന്നതാണ് ഈ സാമ്പാറിന് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ അത് നോക്കിക്കേ, നമ്മുടെ പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒരു തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് മഷി പോലെ ഇരിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഒരു ചട്ടി അല്ലെങ്കിൽ ഒരു പാത്രം എടുക്കുക. ഇതിലാണോ സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനകത്തേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഏകദേശം ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ജീരകം ഇട്ട് പൊട്ടിക്കുക. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില. ഇതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു 2 വറ്റൽമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് സവോളയാണ് ചേർക്കേണ്ടത്. സവോള ഞാൻ ഏകദേശം ഒരു മീഡിയം സൈസുള്ള സവോള ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് എടുത്തതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരുപാട് ബ്രൗൺ കളർ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് സവോളയൊക്കെ വഴണ്ട് കിട്ടിയാൽ മതിയാവും. അപ്പോൾ അത് സവോളയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ട് വരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയാവും. ഇനി സവോള വഴണ്ടതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കായ ഇട്ട് കൊടുക്കുവാണ്. കായ നിങ്ങൾക്ക് പരിപ്പിൻ്റെ കൂടെയും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ താളിക്കുന്ന സമയത്താണ് കായം ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാൻ 2 മീഡിയം സൈസുള്ള തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അടുത്ത നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഒരുപാടൊന്നും ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഞാനിതിനകത്തേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി, അതേപോലെ തന്നെ 1 സ്പൂണ് കശ്മീരി മുളക് പൊടി. കശ്മീരി മുളക് പൊടിക്ക് എരിവ് കാണില്ല, അപ്പോൾ കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. അതേപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/2 സ്പൂണ് നല്ല മുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മുളകിന് നല്ല എരിവുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ മുളക് പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. പരിപ്പ് ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാമ്പാറിൻ്റെ ചാറിന് നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കുക. അപ്പം ഞാൻ ഇട്ടതിൽ ഉപ്പ് കുറവായിരുന്നു, ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മളിത് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണം. ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതിയാവും. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ അത് നോക്കിക്കേ, ജസ്റ്റ് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിനകത്തേക്ക് പുളിവെള്ളം ചേർക്കണം. അപ്പോൾ ഞാനൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളി ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പുളി ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. ആദ്യം കുറച്ച് ചേർത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ പോരാന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ തിളച്ചൊന്ന് കുറുകി വരണം ഈ ഒരു സാമ്പാർ. അപ്പോൾ അതുവരെ അടച്ച് വെച്ചിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിയില കുറച്ചധികം ചേർത്തോളൂ. എൻ്റെ കയ്യിൽ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നോക്കിക്കേ, ഏകദേശം ഒരു 10 മിനിറ്റ് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി, ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ പുളിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയുടെ ഇല ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇല എടുക്കുന്ന സമയത്ത് ഇല മാത്രം എടുക്കുക കേട്ടോ, തണ്ടൊക്കെ ഒന്ന് കളയുക. അപ്പോൾ ഏകദേശം ഒരു 2 പിടി മുരിങ്ങയില ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് ചേർക്കരുത് കേട്ടോ, നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു പരിപ്പിൻ്റെ അളവിൽ തന്നെ മുരിങ്ങയില എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിറയെ മുരിങ്ങയില ചേർത്തിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് കാണില്ല. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 പിടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മുരിങ്ങയിലയും കൂടി ഇട്ടിട്ട് ഇനി ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അത് നോക്കിക്കേ, നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. മുരിങ്ങയില പെട്ടെന്ന് വെന്ത് കിട്ടും, ഒരുപാട് നേരമൊന്നും ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് മുരിങ്ങയില വേവാൻ പാകത്തിനൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നോക്കിക്കേ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.